ഒരു മെഷീൻ്റെ ആർമേച്ചർ കംപ്ലൈൻ്റ് ആണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ ആർമേച്ചർ കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ഫീൽഡ് ചെക്ക് ചെയ്തിരുന്നു. ഫീൽഡ് ചെക്ക് ചെയ്തപ്പോൾ 0.1 അല്ലെങ്കിൽ 0.2 ഓംസിൻ്റെ വ്യത്യാസമേ രണ്ട് ഫീൽഡുകളും തമ്മിൽ കാണുന്നുള്ളൂ. അപ്പോൾ 99% ആർമേച്ചർ കംപ്ലൈൻറ്റിനാണ് സാധ്യത. അപ്പോൾ ഞാനിതൊന്ന് ഓടിച്ച് കാണിക്കാം. ഇതിൽ സ്പാർക്ക് അടിക്കുന്നത്, എൻ്റെ ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്ററിൽ നല്ലവണ്ണം സ്പാർക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഇത്രയും സ്പാർക്ക് അടിക്കുകയാണ്. അപ്പോൾ അത് പോയിട്ട് ഒരു പ്രത്യേക തരത്തിൽ ഒരു ഹമ്മിങ് സൗണ്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആർമേച്ചർ ഒന്ന് മാറ്റി നോക്കാം. മാറ്റിയതിന് ശേഷം റെഡി ആയിട്ടില്ല എങ്കിൽ ഫീൽഡും കൂടെ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആർമേച്ചർ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കാര്യം ഒരു 0.2 വ്യത്യാസം, 0.2 ഓംസിൻ്റെ വ്യത്യാസം കൊണ്ട് ഒരു കാരണവശാലും ഇത്രയും സ്പാർക്ക് അടിക്കില്ല. കമ്മ്യൂട്ടേറ്ററിൽ പ്രശ്നം കാണുന്നുണ്ട്, ആർമേച്ചറിൻ്റെ പ്രശ്നം കാണുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ സെഗ്മെൻറ്റിൻ്റെ ഇടയിൽ നല്ല സ്പാർക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർമേച്ചർ മാറ്റാനായിട്ട് ഈ DW801 മോഡലിൽ വരുമ്പോൾ ഈ നട്ട് അഴിക്കുമ്പോൾ തന്നെ ഗിയർ ഫ്രീ ആയിട്ട് ഇളകി വരും. ഈ നട്ടിൻ്റെ ടൈറ്റിലാണ് ഈ ഗിയർ ഇതിനുള്ളിലിരിക്കുന്നത്. അപ്പോൾ ഈ ബെയറിങ് ചെറിയൊരു ടൈറ്റ് ഉണ്ടാകും. ഇതിപ്പോൾ ഇതിൽ ടൈറ്റില്ലായിരുന്നു, പക്ഷേ ചിലതിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം ഏതെങ്കിലും ചെറിയ പുള്ളർ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇതിൽ നിന്ന് പുള്ള് ചെയ്തെടുക്കാം. ഈ പുള്ളറിനെ കുറിച്ചൊക്കെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർമേച്ചർ നല്ല രീതിയിൽ ഷോർട്ട് ആയതുകൊണ്ടാണ് ഇത്രയും സ്പാർക്ക് അടിക്കുന്നത്. അതുപോലെ തന്നെ ഫീൽഡ് നല്ല രീതിയിൽ ഷോർട്ട് ആയാലും ഇതുപോലെ സ്പാർക്ക് അടിക്കും. അപ്പോൾ ആർമേച്ചർ കംപ്ലൈൻറ്റ് അറിയുന്നത് ഇതുപോലെ സ്പാർക്ക് അടിക്കും. നോർമൽ സ്പാർക്ക് മൈന്യൂട്ടായിട്ട് ഉണ്ടാവും, നോർമലായിട്ട് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ അധികമായിട്ട് സ്പാർക്ക് ഇതിൽ നിന്ന് നോർമൽ സാധാരണ വരുന്ന സ്പാർക്കിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആർമേച്ചർ കംപ്ലൈൻ്റ് ആയിരിക്കും. പക്ഷേ ഇത് നല്ല രീതിയിൽ എവിടെയോ ഷോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സ്പാർക്കും പിന്നെ അതുപോലെ തന്നെ സൗണ്ടും ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു ഹമ്മിങ് സൗണ്ടോടുകൂടെ സ്പീഡില്ലാതെ സ്ലോ സ്പീഡിൽ കറങ്ങുന്നത്. ആർമേച്ചറിൽ ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ കറങ്ങും. അതുപോലെ ഒരു മീഡിയം സ്പാർക്കേ ഉണ്ടാവുള്ളൂ. ഇത് നല്ല ഹൈ സ്പാർക്കുണ്ട്, അതുപോലെ സ്പീഡും വളരെ കുറവാണ്. കമ്പനി മെഷീൻ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ബെയറിങ്ങാണ് ഇതിൽ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് ബെയറിങ് മാറ്റുന്നില്ല. ചെറിയൊരു പ്ലേ ഇതിലുണ്ട്, എങ്കിലും ഇത് മാറ്റുന്നില്ല. ഇനി രണ്ടാമത് മാറ്റിയിടുന്ന ബെയറിങ്ങിനേക്കാളും ചിലപ്പോൾ ഈ ബെയറിങ് ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ സൈഡ് മാറിപ്പോകരുത്. ഇത് ഇതിനകത്ത് വയ്ക്കുമ്പോൾ ഇവിടുത്തെ ഈ വെട്ട് നോക്കി കറക്റ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇനി ഒന്ന് ഓടിച്ച് നോക്കാം. നല്ല കണ്ടീഷനായിട്ടുള്ള വേറെ ഫീൽഡിനോ ആർമേച്ചറിനോ ഒന്നും പ്രശ്നമില്ല എങ്കിൽ
ഇപ്പോൾ ഈ കണ്ടതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്പാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് സ്പാർക്ക് ഉണ്ടെങ്കിൽ ചെറിയ രീതിക്കുള്ള കംപ്ലയിൻറ്റ് വന്നതിൽ ഫീൽഡിന് അല്ലെങ്കിൽ ആർമേച്ചറിന് ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് മാറ്റണം. പിന്നെ വൺ സൈഡ് മാത്രം വളരെ കൂടുതലായിട്ടുള്ള സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് ഫീൽഡ് കംപ്ലയിൻറ്റ് വരാനാണ് സാധ്യത. ആർമേച്ചർ കംപ്ലയിൻറ്റിന് അധികം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അതുപോലെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ ഫീൽഡ് കംപ്ലയിൻറ്റ് ഏതെങ്കിലും ഒരു സൈഡ് ഫീൽഡ് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ വൺ സൈഡിലധികം സ്പാർക്ക് അടിക്കും. സാധാരണ വരാറുള്ള കംപ്ലയിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പവർ ടൂൾസിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മോട്ടോർ വൈൻഡിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ AJ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞ് മറ്റൊരു ചാനലിലൂടെ ഉണ്ട്. ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം.